ഇനി ഈ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ശാശ്വതമാക്കി. എന്തുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ശാശ്വതമാക്കിയത്? അത് മനസ്സിലാക്കാനാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ ഇനി ഉണർത്തുന്നത്. അദ്ദേഹത്തെ ശാശ്വതമാക്കി. വിശുദ്ധ ഖുർആൻ ഓതുന്ന കാലം അത്രയും ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്മരിക്കപ്പെടും. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരം അദ്ദേഹം കറുത്ത തൊലിപ്പുറമുള്ള ഒരു വ്യക്തിയായിരുന്നു. അസ്വദുൽ ബഷറ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹം അഫ്തസ് എന്ന അദ്ദേഹത്തിൻ്റെ അഫ്തസ് എന്ന ചപ്പിയ മൂക്കുള്ള ആൾ. പിന്നെ അദ്ദേഹം ഖസീർ. എന്താ ഖസീർ? അദ്ദേഹം ഷോർട്ടായിരുന്നു. അദീമു ഷഫത്തൈൻ. എന്താ അദീമു ഷഫത്തൈൻ പറഞ്ഞേ? ഇരു ചുണ്ടുകളും കട്ടിയായിരുന്നു. അതേപോലെ തന്നെ മുഷിരിഫുൽ ഖദമൈൻ. രണ്ട് കദമുകളും മുഷിരിഫായിരുന്നു. പറഞ്ഞാൽ ഇങ്ങനെ കദമുകൾ ഇങ്ങനെ തുറിച്ചിട്ട്, ഈ മടമ്പുകൾ തുറിച്ച ചില ആഫ്രിക്കൻ വംശജരെ നമുക്ക് കാണാം. അവരുടെ കാലുകൾ തുറിച്ച് ചുണ്ടുകൾ വികസിച്ച് ഇങ്ങനെയല്ലേ അവരുടെ ശരീരം. മുഷിരിഫുൽ ഖദമൈ. ഇതൊക്കെയാണ് ഒരാൾ എങ്കിൽ അയാളുടെ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ മസാല ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് ഒരു കറുത്ത തൊലിപ്പുറമുള്ള ആളായിരുന്നു. ഭയങ്കര കറുത്ത തൊലിപ്പുറമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ ഒരു കറുത്ത മനുഷ്യനാണ് എന്നുള്ളതിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം ഭൂലോകത്തെ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ 3 പേർ ഉണ്ടായിരുന്നു. അതൊന്ന് ബിലാൽ ഇബ്നു റബാഹാണ്, മറ്റൊന്ന് മഹ്ജ മൗല ഇബ്നു ഉമറിൻ്റെ അടിമ മഹ്ജ ആണ്, പിന്നെ 3 ലുക്മാൻ എന്നവരാണ്. ഇവർ ലോകത്തെ ശ്രേഷ്ഠരാണ്. ബിലാൽ, മഹ്ജ, പിന്നെ ലുക്മാൻ. അവരൊക്കെ ആരായിരുന്നു? ഇതേപോലെ തൊലിപ്പുറം കറുത്ത് കാണപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് താങ്കൾക്ക് അതൊരു പ്രശ്നമാകേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനത് കൊണ്ടുവന്നത് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശാരീരിക അവസ്ഥ ഇതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഹൽക്ക് എന്നാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണിത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഖുലുഖ് എന്താ? ഖുലുഖ് സ്വഭാവം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്കൊരായത്ത് വരും. ആയത്ത് നമ്മൾ നമുക്ക് വിശദീകരിക്കും. വലഖദ് ആതൈന ലുക്മാനൽ ഹിക്മ. അള്ളാഹു പറയുന്നത് വലഖദ് ആതൈന, അള്ളാഹുവാണ് തീർച്ചയായും നാം നൽകിയിട്ടുണ്ട് ലുക്മാൻ എന്ത് നൽകിയിട്ടുണ്ട്? അൽ ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. വമൻ ഊതി എന്താണ് പറഞ്ഞത്? വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. വല്ലവർക്കും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഖൈറൻ കസീറൻ, ധാരാളം ഖൈറുകൾ, നന്മകൾ നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ അള്ളാഹുവാണ് ലുക്മാൻ എന്നവർക്ക് എന്ത് നൽകിയത്? ഹിക്മത്ത് നൽകിയത്. അപ്പോൾ ഹിക്മത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് കുറഞ്ഞാലും ഒരു പ്രശ്നമല്ല. ശാരീരികമായി ഉപരിപ്ലവമായി എന്ത് കുറഞ്ഞാലും ഒരു നഷ്ടമല്ല, ഒരു പ്രശ്നമല്ല എന്നുള്ളത്. അദ്ദേഹത്തിന് ഹിക്മത്തുണ്ട്. ലുക്മാൻ എന്നവരോട് ചോദിക്കുന്നുണ്ട്. നോക്കിയേ, അദ്ദേഹം അഫ്തസാണ്, ചപ്പിയ മൂക്കാണ്. പിന്നെ അദീമു ഷഫത്തൈനാണ്, ചുണ്ടുകൾ. അദ്ദേഹത്തിൻ്റെ അതരങ്ങളുടെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ അഖ്ബഹ വജ്ഹക് എന്ന്. എന്താ അതിനർത്ഥം? നിങ്ങളുടെ മുഖം എത്ര വിരൂപമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹം ഹിക്മത്തുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഹൽക്കും ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഖുൽഖും വായിക്കാനുള്ളതാണ് ഈ ചരിത്രം. മാ അഖ്ബഹ വജ്ഹക്, അങ്ങയുടെ മുഖം എത്ര വിരൂപം എന്ന് പറഞ്ഞപ്പോൾ ലുക്മാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചത് തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്. ചോദ്യമാണ്, തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്.
അതിനർത്ഥം നക്ഷ എന്താ? നക്ഷ ശരിക്കും കൊത്തുപണിക്കാണ് പറയാ. ഇപ്പം നമ്മളൊരു കൊത്തുപണി ചെയ്യൂലേ, അതിനാണ് പറയാ അല്ലേ. ഇത് കൊത്തുപണിയല്ലേ. ഇതിൽ കണ്ണ് വെച്ചു, കാത് വെച്ചു, പിന്നെ കാതല്ല മൂക്ക് വെച്ചു, കാത് വെച്ചു അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ചുണ്ടുകളുണ്ട്, പല്ലുകളുണ്ട്, നാവുണ്ട്. അതേപോലെ തന്നെ എത്ര പിന്നെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സൃഷ്ടിച്ചതല്ലേ. ഏത് നഖ്സ്? ഈ നഖ്സിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ? നക്കാശ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊത്തുപണി ചെയ്യുന്ന ആള്. അതാരാ? അള്ളാഹുവാണ്. അതാണ് ചോദിച്ചത്. നഖ്സിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ്. അതാണ് അയാൾ ഉത്തരം മുട്ടിച്ചു എന്നുള്ളതാണ്. അതെല്ലാവരോടും നമുക്ക് ചോദിക്കാവുന്നൊരു വിഷയമാണ്. ചിലപ്പോൾ ചിലരുടെ കളറിൻ്റെ പേരിൽ ചിലർ ആക്ഷേപിക്കും, ചിലരുടെ ഉയരത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കും, ചിലരുടെ പിന്നെ ശാരീരികമായിട്ടുള്ള ചില ഘടനയെയും അതേപോലെ തന്നെ അവസ്ഥയെയും ചിലർ എന്ത് ചെയ്യും, ആക്ഷേപിക്കും, അല്ലെങ്കിൽ അതിൽ പരിഹസിക്കും, കുറ്റപ്പെടുത്തും. അപ്പോൾ അവർ ശരിക്ക് കുറ്റപ്പെടുത്താൻ ആരെയാണ്? ഈ നിറം നൽകിയ, ഈ ഘടന നൽകിയ, ഈ രൂപം നൽകിയ റബ്ബിനെയാണ്. അത് ചോദിച്ചു എന്നാണ്. നഖ്സിനെയാണോ നീ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം.